കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് കെ ശൈലജ ടീച്ചർ വിജയിച്ചത്. 60,000-ലധികം വോട്ടുകൾക്ക്. കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായ മട്ടന്നൂരിൽ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് പാർട്ടി മത്സരിച്ച് പണം കളയാൻ തയ്യാറാകാതെ ഘടകകക്ഷികളായ ഏതെങ്കിലും ചെറിയ പാർട്ടിക്ക് പേരിനൊരു സീറ്റായി നൽകുകയാണ് ചെയ്യാറുള്ളത്. ഘടകകക്ഷികൾ തന്നെ തട്ടിത്തട്ടി ഒടുവിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാൻ വന്നത് RSPക്ക് വേണ്ടി ഇല്ലിക്കൽ അഗസ്തിയായിരുന്നു. പ്രചരണകാലത്ത് പോലും ഈ ഇല്ലിക്കൽ അഗസ്തി മട്ടന്നൂർ മണ്ഡലത്തിൽ 4 ദിവസം വന്നെന്ന് വരുത്തി തീർത്ത് വീട്ടിലിരിക്കുകയാണ് ചെയ്തത്. ആ RSPയുടെ ഇല്ലിക്കൽ അഗസ്തിയോട് ശൈലജ ടീച്ചർക്ക് ഇഞ്ചോടിഞ്ച് മത്സരം പ്രവചിച്ചവരാണ് മലയാള മനോരമ. ആദ്യ ദിവസങ്ങളിൽ ഇടതുമുന്നണിക്കുണ്ടായ നേരിയ മുൻതൂക്കം പോലും UDF മറികടന്നുവെന്ന് സർവേ നടത്തി കണ്ടെത്തിയെന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞവരാണ് മനോരമ ന്യൂസ്. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ഇല്ലിക്കൽ അഗസ്തിയുമില്ല, ഈഞ്ചക്കൽ സുരേന്ദ്രനുമില്ല. കേരളത്തിലെ വൻ തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിരുന്നു ഉടുമ്പൻചോലയിൽ MM മണിയുടേത്. 5 വർഷം കൊണ്ട് 40 ഇരട്ടിയോളം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മണിയാശാൻ ജയിച്ചു കയറിയത്. അവിടെ MM മണി തോൽക്കുമെന്നും കോൺഗ്രസ് വിജയിക്കുമെന്നും ആധികാരികമായി പ്രവചിച്ചവരാണ് മനോരമ തങ്ങളുടെ സർവേയിൽ. ഇപ്പോൾ മനോരമ ന്യൂസ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ, ഏതോ 1-2 സീറ്റിൽ ഇടതുമുന്നണിക്ക് നേരിയ മേൽക്കൈ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സർവേ അല്ലേ, അല്ലെങ്കിൽ കാണുന്നവരെന്ത് കരുതും? ഈ സർവേയുടെ മൊത്തം ക്രക്സ് അറിയണമെങ്കിൽ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം നോക്കിയാൽ മതി. ഫലസ്തീൻ വിഷയത്തിൽ ശരിയായ നിലപാട് ആർക്കാണ് എന്നാണ് ചോദ്യം. ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ 34% കോൺഗ്രസിനോട് യോജിച്ച് 1-ാം സ്ഥാനം കൊടുത്തു. അത് ഷാനി പ്രഭാകറും അയ്യപ്പദാസുമൊക്കെ മുഖത്ത് യാതൊരു ചിരിയും വരുത്താതെ നമ്മളെ അറിയിക്കുകയാണ്. ഫലസ്തീൻ വിഷയത്തിൽ അതിന് കോൺഗ്രസിന് എന്താണ് നിലപാട്? എൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? അയ്യോ, അതൊന്നും ചോദിക്കരുത്. നമ്മളൊരു സർവേ നടത്തി ഉത്തരവും തന്നു, അതങ്ങ് കേട്ട് വിശ്വസിച്ചാൽ മതി. ഉപ്പ് കൂട്ടി ചോറ് തിന്നുന്ന കേരളത്തിലെ മനുഷ്യരുടെ മുൻപിലാണ് ഈ സർവേ ഫലങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തു പറയാനാണ്? ചക്രശ്വാസം വലിക്കുന്ന കോൺഗ്രസിനെ രക്ഷിക്കാൻ സ്വന്തം ചാനലിൻ്റെ കുറച്ചെങ്കിലും ബാക്കിയുള്ള ക്രെഡിബിലിറ്റി പോലും ഇല്ലാണ്ടായാലും ദാണ്ടെ മൂഡ് കോൺഗ്രസിന് അനുകൂലമാണെന്ന് വരുത്തി തീർക്കണം. അതായത് 2019 പോലെ രാജകുമാരൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നുവെന്ന് നാട്ടുകാർ വിശ്വസിക്കണം. ഇത്രയും കൺസിസ്റ്റൻ്റായ മാധ്യമപ്രവർത്തനം നടത്താൻ ഇവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പരിഹാസങ്ങളൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക.